രാജ്യതലസ്ഥാനത്ത് ക്രമസമാധാനം തകർത്തെറിഞ്ഞ് CJP നടത്തുന്ന അക്രമ സമരങ്ങൾക്ക് ഒത്താശ പാടാൻ ചെന്ന CPM ഉന്നത നേതാക്കൾക്ക് ഡൽഹി പോലീസ് കണക്കിന് കൊടുത്തു. അറസ്റ്റിലായ CJP പ്രവർത്തകരെ കാണാനും പുറത്തിറക്കാനുമായി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ MP ജോൺ ബ്രിട്ടാസിനെയും CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെയും അകത്ത് കയറ്റാതെ പോലീസ് ഇറക്കിവിട്ടു. പോലീസുകാരോട് അനാവശ്യമായി കയർക്കാനും ഭീഷണിപ്പെടുത്താനും നോക്കിയ ബ്രിട്ടാസിന് ഡൽഹി പോലീസ് തക്കതായി മറുപടി നൽകിയതോടെ ഇരു നേതാക്കളും ഒരക്ഷരം മിണ്ടാതെ വാടിത്തളർന്ന് തിരിച്ചുപോയി. കേരളത്തിൽ പോലീസിനെ സ്വന്തം പാർട്ടി ഓഫീസിൽ നിന്ന് ഭരിക്കുന്നത് പോലെ ഡൽഹിയിലും കാണിക്കാമെന്ന ബ്രിട്ടാസിന്റെയും ബേബിയുടെയും ധാരണകളാണ് പോലീസിന്റെ കർക്കശ നിലപാടിന് മുൻപിൽ തകർന്ന് തരിപ്പണമായത്. ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ തകർക്കാനും പോലീസ് ജീപ്പ് മറിച്ചിടാനും മെട്രോ സർവീസുകൾ തടസ്സപ്പെടുത്താൻ പോലും മടിക്കാത്ത അക്രമികൾക്കൊപ്പമാണ് CPM നേതാക്കൾ നിലയുറപ്പിച്ചത്. ജന്തർ മന്ദിറിലെ അക്രമ സമരത്തിൽ കേരളത്തിൽ നിന്നും ചില വിദ്യാർത്ഥികൾ പങ്കെടുത്തതായും ഇവർക്ക് CPMുമായി അടുത്ത ബന്ധമുണ്ടെന്നുമുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അക്രമം കാട്ടി പോലീസിന്റെ പിടിയിലായ ഈ അനുഭാവികളെ ഏത് വിധേയനെയും രക്ഷിച്ചെടുക്കാനാണോ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് MA ബേബിയും ജോൺ ബ്രിട്ടാസും പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തിയത് എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. ജന്തർ മന്ദിറിൽ പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് അക്രമം അഴിച്ചുവിട്ട CJP പ്രവർത്തകർ രാത്രിയിലും കല്ലേറും അക്രമവും തുടർന്നു. ജനജീവിതം സ്തംഭിപ്പിച്ചും പൊതുമുതൽ നശിപ്പിച്ചും നടത്തുന്ന ഈ അരാജകത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് MA ബേബിയും K രാധാകൃഷ്ണനും V ശിവദാസനും അടക്കമുള്ള CPM നേതാക്കൾ അവിടെ എത്തിയത് അവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചു. എന്നാൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന കർശന നിലപാടിലാണ് ഡൽഹി പോലീസ്. ക്രമസമാധാനം തകർക്കുന്ന അക്രമികളെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയും ഒരുപോലെ കൈകാര്യം ചെയ്യുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഡൽഹി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിന് ശേഷം നൽകിയത്. ഡൽഹി പോലീസിന്റെ കർശന നിലപാടിന് മുൻപിൽ തലയുയർത്തിപ്പിടിക്കാൻ കഴിയാതെ നാണം കെട്ട് പിന്മാറാനേ CPMനും അവരുടെ നേതാക്കൾക്കും സാധിക്കൂ എന്ന് ഉറപ്പായി കഴിഞ്ഞു.